ദൈവത്തിന് സ്തോത്രം. യേശുപ്പയുടെ ഒരു സാക്ഷിയായി യേശുവിനെ എണിപ്പിച്ചതിനായി ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു. മാനസാന്തരപ്പെട്ട മാതാപിതാക്കളുടെ 4 മക്കളിൽ രണ്ടാമത്തോളായി ഞാൻ ജനിച്ചു. ചെറുപ്പം മുതലേ അപ്പയും എന്നെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോയതുകൊണ്ട് യേശുപ്പ ആരാണെന്നും യേശുപ്പ എനിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും യേശുപ്പ ഒരു ദിവസം രണ്ടാമത് വരും, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനായി വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും വകവച്ചിരുന്നില്ല. എനിക്ക് എൻ്റെ പാപങ്ങൾ ചെയ്യണം, അത് മാത്രമായിരുന്നു എൻ്റെ താല്പര്യം. എനിക്ക് യേശുപ്പയായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. എനിക്ക് പാപങ്ങൾ ചെയ്താൽ മതിയെന്നായിരുന്നു ഉള്ളത്. കൂട്ടായ്മയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ വേറെ വല്ലയിടത്തും ശ്രദ്ധിച്ചിരുന്ന സമയം എത്രയും പെട്ടെന്ന് തീരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് പാപം മാത്രം ചെയ്താൽ മതി, യേശുപ്പനെ എനിക്കൊന്നും അറിയേണ്ട, അതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മോശമായിരുന്നു. മാത്സിൻ്റെ പരീക്ഷകളിലൊക്കെ ഞാൻ ഫെയിലായിട്ട് വരെയുണ്ട്. കൊറോണയുടെയൊക്കെ സമയം വന്നപ്പോൾ ഞാൻ വളരെ അധികം സന്തോഷിച്ചു. ഇനി കൂട്ടായ്മയ്ക്കൊന്നും പോകണ്ട, ആരും ഞാൻ പാപം ചെയ്താലും ആരും കാണാൻ പോകണില്ല, എനിക്കിനി നല്ല പോലെയൊന്നും അഭിനയിക്കണ്ടെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഓൺലൈൻ്റെ സമയത്തൊക്കെ ഞാൻ ബുക്സിനും യൂട്യൂബിനെല്ലാം വളരെയധികം അഡിക്റ്റായിപ്പോയി. എൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ ഞാൻ അറ്റൻഡൻസ് കിട്ടാൻ മാത്രമായിട്ട് ഞാൻ കയറും. എന്നിട്ട് വേറെ സ്ക്രീൻ തുറന്ന് ഞാൻ വല്ല ബുക്സോ അല്ലെങ്കിൽ യൂട്യൂബ് കാണാനായിട്ട് ഞാൻ എൻ്റെ സമയം കളഞ്ഞു. ഞാൻ എൻ്റെ പഠിത്തം മൊത്തം ഉഴപ്പിക്കളഞ്ഞു. ഞാൻ ആ സമയത്ത് യേശുപ്പനെ മറന്നുപോയി കളഞ്ഞു. ഞങ്ങൾ എൻ്റെ 11th തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ പാപം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ആൾ സമർപ്പണം പറയുമ്പോൾ ഞാനും ഏറ്റ് പറയും. എന്നിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അതെല്ലാം മറന്ന് നായ ഛർദ്ദിച്ചതുപോലെ ഞാൻ എൻ്റെ പഴയ പാപങ്ങളിട്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എങ്കിലും യേശുപ്പയുടെ സ്നേഹം എന്നെ പിടികൂട്ടിയിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കണ്ട യേശുപ്പ എന്നെ സ്നേഹിച്ചതുകൊണ്ട് യേശുപ്പ എൻ്റെ മനസ്സിലേക്ക് കയറുന്നു. ഞാൻ പണ്ട് ഒരിക്കലും ഞാൻ വചനം കേൾക്കുമ്പോഴൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലായിരുന്നു. പക്ഷെ പതിയെ എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ പഴയ പാപങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അതിനേർത്ത് ഞാൻ അനുദപിച്ച് ഞാൻ ഉഴപ്പിക്കളഞ്ഞ് എൻ്റെ പഠിത്തമെല്ലാം യേശുപ്പ ഏറ്റെടുത്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലെല്ലാം യേശുപ്പ എന്നെ കൊണ്ടുവന്നു. ഞാൻ പണ്ടൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരു നാളും ഞാൻ യേശുപ്പനെ പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ യേശുപ്പയുടെ സ്നേഹം എന്നെ പിടികൂടി. ഞാൻ ഇന്നും ഞാൻ തികഞ്ഞവളല്ല, എനിക്കിനിയും അധികം പാപങ്ങളുണ്ട്. പക്ഷെ യേശുപ്പ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ വീഴുമ്പോഴും കോഴി തൻ്റെ കുഞ്ഞിനെ ചെറുക്കൻ കീഴിൽ മറയ്ക്കുന്നത് പോലും കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചെറുകൻ മീതെ വഹിക്കുന്നത് പോലും ഞാൻ നിലം തൊടുന്നതിന് മുമ്പ് യേശുപ്പ എന്നെ തൻ്റെ ചെറുകൻ മീതെ വഹിക്കുന്നു. ഒരു പാപം പറ്റുമ്പോഴും യേശുപ്പ എന്നെ പാപം കാണിച്ച് അതിനെ ചൊല്ലി ക്ഷമ ചോദിക്കാനെല്ലാം യേശുപ്പ എന്നെ സഹായിക്കുന്നു. എനിക്ക് ഒരേ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് നല്ല പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. എന്നിട്ട് ഒരു നാൾ ഞാൻ അസന്നിധിയിൽ നിൽക്കുമ്പോഴും നല്ലവളും വിശ്വസ്തയുമായ ദാസിയെന്ന് പേർ വിളിക്കണം. എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ കിരീടം എനിക്ക് പ്രാപിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എന്നിലൂടെ കണ്ടിരിക്കുന്ന ആത്മാക്കളെല്ലാം എനിക്ക് നേടണം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം സാക്ഷി നിർത്തുന്നു.